ഹായ് സ്റ്റുഡൻസ്, കരിയർ മേക്കറിൻ്റെ പുതിയ ഒരു ഇംഗ്ലീഷ് ടോപ്പിക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC ബാങ്ക് എക്സാമിനേഷൻസിനൊക്കെ പലപ്പോഴും ചോദിക്കാറുള്ള ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻഡ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ചെറിയ ക്വസ്റ്റ്യൻസുകളാണ്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ എളുപ്പം മാർക്ക് കിട്ടാവുന്ന രീതിയിലാണ് ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ എക്സാമിനേഷൻസിന് വരാറുള്ളത്. ആ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വുഡ് യു പ്ലീസ് ഡാഷ് എ ബിറ്റ്. വുഡ് യു പ്ലീസ് ഡാഷ് എ ബിറ്റ്. ഈ ടോപ്പിക്ക് ഓൾറെഡി പറഞ്ഞതുപോലെ ഇൻഫിനിറ്റീവ് ജെറൻഡ് എന്ന ഭാഗത്താണ്. പൊതുവായി നമുക്ക് ഈ ടോപ്പിക്കിനെ യൂസേജസ് എന്നും പറയാവുന്നതാണ്. അത്തരത്തിലുള്ള ചോദ്യമാണ് വുഡ് യു പ്ലീസ് ഡാഷ് എ ബിറ്റ്. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇംഗ്ലീഷിലെ ബേസിക് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണ്. ആ റൂൾ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണം, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. ഒന്നുകൂടി പറയാം. വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഡു, ഡസ്, ഡിഡ്, മസ്റ്റ്. ഡു, ഡസ്, ഡിഡ്, മസ്റ്റ്. ഇത്രയും ഓക്സിലറി വെർബിന് ശേഷം വെർബിൻ്റെ പ്ലൂരൽ V1 മാത്രമേ ഉപയോഗിക്കൂ. പ്ലൂരൽ V1, വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് V1 എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്ലൂരൽ V1 മാത്രമേ ഉപയോഗിക്കൂ. അതായത് വെർബിൻ്റെ കൂടെ എസ് ഇല്ലാത്ത ഫോം. പ്ലേ, അത് പ്ലൂരൽ V1 ആണ്. അതിൻ്റെ സിംഗുലർ V1 എന്ന് പറയുന്നത് പ്ലേസ് ആണ്. ഗോ, പ്ലൂരൽ വെർബാണ്. ഗോസ്, സിംഗുലർ. കുക്ക്, പ്ലൂരൽ. കുക്സ്, സിംഗുലർ. ഇങ്ങനെയാണ് വെർബിൻ്റെ പ്ലൂരൽ ആൻഡ് സിംഗുലർ ഫോംസ് കാണുന്നത്. നമ്മുടെ റൂൾ ഇതാണ്. ഇത്രയും നേരത്തെ പറഞ്ഞ ഇത്രയും ഓക്സിലറി വെർബുകൾക്ക് ശേഷം പ്ലൂരൽ V1 മാത്രമേ ഉപയോഗിക്കൂ എന്നറിയുന്ന ഒരു സ്റ്റുഡൻറ്റിന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണിത്. മാർക്ക് പെട്ടെന്ന് കിട്ടുന്ന ക്വസ്റ്റ്യനാണ്. ഇവിടെ നോക്കണം, വുഡ് യു, വുഡ് എന്നാണ് വന്നിരിക്കുന്നത്. വുഡ്. വുഡിന് ശേഷം ഓപ്ഷൻസ് നോക്കുക. മൂവ്ഡ്, മൂവിങ്, മൂവ്സ്, മൂവ്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മൂവ്ഡ് നമുക്കറിയാം വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ്. മൂവിങ് എന്ന് പറയുന്നത് ഫോർത്ത് ഫോമാണ്. വെർബിൻ്റെ ഫോർത്ത് ഫോം. എല്ലാ വെർബിൻ്റെയും 4ാമത്തെ ഫോം എന്ന് പറയുന്നത് ഈ ING ഫോം ആയിരിക്കും. പ്ലേ V1, പ്ലേഡ് V2, പ്ലേഡ് V3, പ്ലേയിങ് V4, കുക്ക് V1, കുക്ക്ഡ് V2, കുക്ക്ഡ് V3, കുക്കിംഗ് V4. കണ്ടില്ലേ? എല്ലാ വെർബിൻ്റെയും ING ഫോം എന്ന് പറയുന്നത് 4ാമത്തെ ഫോമാണ്. ആ 4ാമത്തെ ഫോമാണ് ഓപ്ഷൻ B ആയി വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് ഇവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം വുഡിന് ശേഷം പ്ലൂരൽ V1 ആണ് വേണ്ടത്. 3ാമത്തെ ഓപ്ഷൻ മൂവ്സ്. മൂവ്സും നമുക്കിവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം അത് സിംഗുലർ V1 ആണ്. V1 ആണ്, പക്ഷേ സിംഗുലർ V1 ആണ്. പിന്നെ 4ാമത്തെ ഓപ്ഷൻ മൂവ് മാത്രമാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ കഴിയുന്നത്. വുഡ് കഴിഞ്ഞാൽ നമ്മുടെ റൂള് ഓർമ്മ വേണം. വിൽ, വുഡ്. ആ വുഡിലെ വുഡാണ് നമ്മൾ ഈ ബോർഡിൽ കാണുന്ന വുഡ്, ഈ ക്വസ്റ്റ്യനിൽ കാണുന്ന വുഡ്. ഈ വുഡിന് ശേഷം മൂവ് ആണ് യഥാർത്ഥത്തിലുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ D ആണ് ഇതിൻ്റെ ആൻസറായി വരുന്നത്.